ഇത്തവണ NCERT ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കും. അപ്പോൾ തീർച്ചയായിട്ടും NCERT ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നുപോയേ പറ്റുള്ളൂ. സോ നമ്മുടെ എക്സാമിന് പ്രോബബിൾ ആയിട്ടുള്ള ചില NCERT ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. പ്രോബ്ലം 6.3. PCl5, PCl3 and Cl2 are at equilibrium at 500 Kelvin and having concentrations 1.59 molar PCl3, 1.59 molar chlorine, 1.41 molar PCl5. Calculate Kc for the reaction. Equilibrium constant കാണാനാണ് വേണ്ടത്. എങ്ങനെയാ equilibrium constant expression എങ്ങനെ എഴുതാ? Concentration of product by reactant എന്ന് പറഞ്ഞ ഫോർമുല എഴുതാ. So molar concentration of PCl3 into concentration of Cl2 divided by concentration of PCl5. കോയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ പവർ ആക്കി എഴുതണം, മറക്കരുത്. ഇവിടെ 1 ആയതുകൊണ്ട് എഴുതേണ്ട കാര്യമില്ല. എത്ര PCl3 അളവ് എത്രയാണ്? PCl3 അളവ് അവർ പറഞ്ഞ് 1.59 ആണ്. ക്ലോറിൻ്റെ അളവ് 1.59 ആണ്. PCl5 1.41. So it is 1.59 into 1.59 divided by 1.41. എത്രയാണ് ആൻസർ? റെഡിയാണ്? സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ കിട്ടുന്നതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. For the equilibrium, 2NOCl gas gives 2NO gas plus Cl2 gas. The value of equilibrium constant Kc is 3.75 into 10 raised minus 6. Kc തന്നിട്ടുണ്ട് at 1069 Kelvin. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് Kp for the reaction at this temperature. അപ്പോൾ Kp Kc റിലേഷനാണ് ഉപയോഗിക്കേണ്ടത്. What is Kp Kc relationship? Kp is equal to Kc into RT raised to delta n. എന്താ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ്. അപ്പോൾ ഇവിടെ എത്ര വരും ഡെൽറ്റ എൻ പറയാമോ? ഡെൽറ്റ എൻ ഈക്വൽ ടു ഗ്യാഷ്യസ് പ്രോഡക്റ്റ് 2 1 3, ഗ്യാഷ്യസ് പ്രോഡക്റ്റ് 3 മൈനസ് ഗ്യാഷ്യസ് റിയാക്റ്റൻ്റ് 2. ഗ്യാഷ്യസ് പ്രോഡക്റ്റ് മൈനസ് ഗ്യാഷ്യസ് റിയാക്റ്റൻ്റ്, അപ്പോൾ 1 നീട്ടി ഡെൽറ്റ എൻ. സോ Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റൈസ് ടു ഡെൽറ്റ എൻ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. എത്ര Kcയുടെ വാല്യൂ? 3.75 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാ? ആറ് തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ATMലെ വാല്യൂ ഉപയോഗിക്കാം 0.0821. ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വാല്യൂ ഉപയോഗിക്കാം. തന്നാൽ ചിലപ്പോൾ 0.083 ബാറിലെ വാല്യൂ ആയിരിക്കും തരിക. ഓക്കെ, ഏതാണോ തരുന്നത് അത് യൂസ് ചെയ്യുക. ഇൻ കേസ് ഗിവൺ അല്ലെങ്കിൽ 0.0821 യൂസ് ചെയ്തോളാം. ലിറ്റർ ATM per Kelvin per mole ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ? 1069 റേസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ 1 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം എത്രയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ആൻസറും കമൻറ്റ് ചെയ്യണം, മറക്കരുത്. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. റെഡിയാ? അടുത്ത ക്വസ്റ്റ്യൻ. പ്രോബ്ലം 6.7. The value of Kc for the reaction 2A gives B plus C is 2 into 10 raised to minus 3. At a given time, the composition of the reaction mixture is A equal to B equal to C equal to 3 into 10 raised to minus 4 molar. In which direction the reaction will proceed? ഏതൊരു സമയത്ത് നമ്മുടെ റിയാക്ഷൻ മീഡിയത്തിലുള്ള എയുടെയും ബിയുടെയും സിയുടെയും അളവുകൾ ഏതോ ഒരു ടൈമിൽ, അപ്പോൾ ഇക്വിലിബ്രിയം ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. അറ്റ് എ ഗിവൺ ടൈം ദ കോമ്പോസിഷൻ ഓഫ് ദ റിയാക്ഷൻ മിക്സ്ചറേഴ്സ് എന്ന് പറഞ്ഞ് ഇതാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് എയുടെയും ബിയുടെയും സിയുടെയൊക്കെ അളവ് 3 into 10 raised to minus 4 മോളാർ നിൽക്കുന്ന സമയത്ത് റിയാക്ഷൻ്റെ നെറ്റ് ഡയറക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഗിവൺ ടൈമിൽ റിയാക്ഷൻ കോഷ്യൻ്റ് കണ്ടുപിടിക്കുക. ഗിവൺ ടൈമിൽ എന്ത് കണ്ടുപിടിക്കുക? റിയാക്ഷൻ കോഷ്യൻ്റ് QC എന്ന് പറയും. എന്താ QC എന്ന് പറഞ്ഞാൽ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് സമാനമായ എക്സ്പ്രഷനാണ്, പക്ഷെ അത് ഏത് സ്റ്റേജിലും കണ്ടുപിടിക്കാം. ഇക്വിലിബ്രിയം ഇപ്പം നിലവിൽ ഈ സമയത്ത് ഇക്വിലിബ്രിയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും റിയാക്ഷൻ കോഷ്യൻ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. That can be calculated at any stage of the reaction. അപ്പോൾ എന്താ QC equal to concentration of B into concentration of C divided by concentration of A square. Equilibrium constant സമാനമായ എക്സ്പ്രഷൻ പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റന്റ് കോയിഫിഷ്യൻ്റ് പവർ ആക്കുക. അപ്പോൾ എത്ര വരും? ബിയുടെ അളവ് 3 into 10 raised to minus 4 മോളാർ ആണ്. സിയുടെ അളവും 3 into 10 raised to minus 4 മോളാർ തന്നെയാണ്. താഴെ എയുടെ അളവ് 3 into 10 raised to minus 4 അതിൻ്റെ സ്ക്വയറാ. അപ്പോൾ മുകളിലും ശരിക്കും 3 into 10 raised to minus 4 സ്ക്വയർ തന്നെയാണ്. അപ്പോൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് പോകും. സോ ദ ആൻസർ ഇസ് 1. QCയുടെ വാല്യൂ 1 എന്ന് കിട്ടി. എത്ര KCയുടെ വാല്യൂ? ഇവിടെ നമുക്ക് തന്ന KCയുടെ വാല്യൂ 2 into 10 raised to minus 3 ആണ്. 2 into 10 raised to minus 3 ആണ് 0.002 ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് QC is greater than KC. QC greater than KC എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നെറ്റ് റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദ
റിവേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ നെറ്റ് റിയാക്ഷൻ റിവേഴ്സ് ഡയറക്ഷനിലാണ് പ്രൊസീഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ക്യു സി ലെസ് ദാൻ കെ സി ആണെങ്കിലോ ഫോർവേഡ് ഡയറക്ഷനാണ് നെറ്റ് ഡയറക്ഷൻ. ക്യു സി ഈക്വൽ ടു കെ സി ആണെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മുടെ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. സോ നമ്മുടെ റിയാക്ഷൻ്റെ നെറ്റ് ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാനാണ് റിയാക്ഷൻ കോഷ്യൻ്റ് യൂസ് ചെയ്യുന്നത്. അത് കെ സിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് ഗിവ്സ് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ 2 × 10⁻13 at 300 Kelvin. കാൽക്കുലേറ്റ് ഡെൽറ്റ G0 at 300 Kelvin. ഡെൽറ്റ G0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്. എന്താ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻ എന്താ? ഡെൽറ്റ G0 ഈക്വൽ ടു, നമ്മൾ തെർമോഡൈനാമിക്സിൽ ഇക്വേഷൻ പഠിക്കുന്ന ഡെൽറ്റ G0 ഈക്വൽ ടു -2.303 RT log K, അതായത് കെ സി. RT log കെ സി, ഇതിൽ കെ സി ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. എന്താ വരിക? -2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 8.314 ആണ്. കാരണം SI യൂണിറ്റിലെ വാല്യൂ ഉപയോഗിക്കുന്ന 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അങ്ങനെ ഉപയോഗിച്ചാൽ ഡെൽറ്റ G0 നമുക്ക് ജൂളിൽ കിട്ടും. ഡെൽറ്റ G0 ജൂളിൽ കിട്ടാനാണ് 8.314 വാല്യൂ യൂസ് ചെയ്യുന്നത്. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ടെമ്പറേച്ചർ എത്രയാ? 300 ആണ്. ലോഗരിതം ഓഫ് കെ സിയുടെ വാല്യൂ എത്രയാ? 2 × 10⁻13. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ലോഗ് അടിക്കുക, 2 × 10⁻13 അടിക്കുക, കിട്ടുന്ന വാല്യൂവിനെ ഈ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അത്രയും ജൂൾ പെർ മോൾ ആയിരിക്കും, കുറച്ച് വലിയ നമ്പർ ആയിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ G0 കണ്ടു. സോ മക്കളെ, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബബിൾ ആയിട്ടുള്ള ചില NCERT സോൾഡ് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോവുക. ഇനി ഏതെങ്കിലും ചാപ്റ്ററിൽ ഇതുപോലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.